എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നിങ്ങൾ തുടർച്ചയായി കുറേ നേരം ജോലി ചെയ്യുന്നത് നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റിയെ അല്ലെങ്കിൽ ഉൽപ്പാദനക്ഷമതയെ ബാധിക്കും എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇടയ്ക്ക് ഒരു 10 മിനിറ്റ് ഗ്യാപ്പ് എടുത്താൽ നിങ്ങളുടെ ഫോക്കസ് വർദ്ധിക്കും എന്ന് ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കുമോ? ഞാൻ ഈ വീഡിയോയിലൂടെ ശാസ്ത്രീയമായി പഠനം നടത്തപ്പെട്ട 5 സൈക്കോളജി ഫാക്ട്സ് നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റിയെ, അതായത് ഉൽപ്പാദനക്ഷമതയെക്കുറിച്ചും നിങ്ങളുടെ പെർഫോമൻസിനെ കുറിച്ചും ആധികാരികമായ 5 സൈക്കോളജി ഫാക്ട്സ് ആണ് അവതരിപ്പിക്കാൻ പോകുന്നത്. ഈ വീഡിയോ മുഴുവനായും കാണുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എന്നോട് കമൻറ്റ് ബോക്സിൽ എഴുതി ചോദിക്കാം. ബെൽ ബട്ടൺ അമർത്തുവാനും മറക്കരുത്. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാതെ സ്മാർട്ടായി വർക്ക് ചെയ്താൽ നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി വളരെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. പ്രൊഡക്ടിവിറ്റി, ഉൽപ്പാദനക്ഷമതയും പെർഫോമൻസും വർദ്ധിപ്പിക്കുവാൻ സാധിക്കും എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അവസാനത്തെ ടിപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്, അതുകൊണ്ട് അത് കാണുവാനും മറക്കരുത്. ഒരു വിദ്യാർത്ഥി 1 മണിക്കൂർ നേരം പഠിക്കുന്നു എന്ന് കരുതുക. മറ്റൊരു വിദ്യാർത്ഥി 3 മണിക്കൂർ തുടർച്ചയായി പഠിക്കുന്നു എന്ന് കരുതുക. 1 മണിക്കൂർ പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് 3 മണിക്കൂർ പഠിക്കുന്ന വിദ്യാർത്ഥി ഓർക്കുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഓർത്തെടുക്കുവാൻ കഴിയും എന്നുള്ള യാഥാർത്ഥ്യമാണ് ശാസ്ത്രീയമായ പഠനത്തിലൂടെ തെളിയിക്കപ്പെട്ടിരിക്കുന്നത്. ശാസ്ത്രീയമായ പഠനങ്ങൾ തെളിയിക്കപ്പെട്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം, ഒരു വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ 20 മുതൽ 25 വരെ മിനിറ്റുകൾ വരെ മാത്രമേ ഫോക്കസ് നിലനിർത്തുവാൻ സാധിക്കുകയുള്ളൂ എന്നാണ്. അതിനുശേഷം മെൻ്റൽ ഫാറ്റിക് വരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ ഹാർഡായി വർക്ക് ചെയ്യുന്നതിന് പകരം സ്മാർട്ടായി വർക്ക് ചെയ്യുവാൻ ശ്രമിക്കുക. നിങ്ങളുടെ സൈക്കോളജി ഫാക്ട് ഈ വിഷയത്തിൽ എന്താണെന്ന് വെച്ചാൽ, ഫോക്കസ്ഡ് ആയിട്ടുള്ള 25-30 മിനിറ്റുകളിൽ വർക്ക് ചെയ്യുവാൻ കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് 10 മിനിറ്റിൻ്റെ ബ്രേക്ക് കൊടുക്കുവാനും മറക്കരുത്. ഇത് നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നു, ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നു, കൂടെ പെർഫോമൻസും വർദ്ധിപ്പിക്കുന്നു. രണ്ടാമത്തെ സൈക്കോളജി ഫാക്ട് എന്ന് പറയുന്നത്, പ്രൊഡക്ടിവിറ്റി കൂട്ടുവാനുള്ള മൾട്ടി ടാസ്കിങ്. യഥാർത്ഥത്തിൽ അതൊരു മിത്താണ്. മൾട്ടി ടാസ്കിങ് ഒരിക്കലും പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ ഉൽപ്പാദനക്ഷമത അല്ലെങ്കിൽ പെർഫോമൻസ് വർദ്ധിപ്പിക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം. മെസ്സേജുകൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഏതെങ്കിലും റിപ്പോർട്ട് എഴുതുക എന്ന് പറഞ്ഞാൽ ആക്ച്വലി നിങ്ങൾ 2 ടാസ്ക് ചെയ്യുകയാണ് ഒരേ സമയം എന്ന് കരുതുന്നു എങ്കിലും യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് നിങ്ങൾ ആ 2 വിഷയത്തിനും കൂടുതൽ സമയമെടുക്കുന്നു എന്നുള്ളതാണ്. ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട പ്രധാനപ്പെട്ട വിഷയം, നമ്മുടെ ബ്രെയിൻ ഒരേ സമയം ഒരു ടാസ്ക് ചെയ്യുന്നതിലാണ് മാസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾ ടാസ്കുകൾ സ്വിച്ച് ചെയ്താൽ നിങ്ങളുടെ ബ്രെയിൻ പെട്ടെന്ന് സ്വിച്ച് ചെയ്യേണ്ട സാഹചര്യം വരുന്നതുകൊണ്ട് ഫോക്കസ് നഷ്ടമാവുന്നു. കൂടാതെ മാനസികമായ ക്ഷീണവും സംഭവിക്കുന്നു. 40% നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റിയും പെർഫോമൻസും കുറയും എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അതുകൊണ്ട് കൃത്യമായി മനസ്സിലാക്കുക, ഒരു ടാസ്ക് ബെറ്ററായി പെർഫോമൻസിനും കൂടുതൽ ഫോക്കസിനും വളരെയധികം ഗുണപ്രദമാണ് എന്നർത്ഥം. മൂന്നാമത്തെ സൈക്കോളജി ഫാക്ട് എന്നുള്ളത്, വളരെ കൃത്യമായ ഗോൾസ് ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ പെർഫോമൻസിനെയും ഉൽപ്പാദനക്ഷമതയെയും വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഉദാഹരണത്തിന്, ഇന്ന് വൈകുന്നേരം 5 മണിക്ക് മുമ്പ് എനിക്ക് തന്നിരിക്കുന്ന ടാസ്കുകൾ ഞാൻ കംപ്ലീറ്റ് ചെയ്യും എന്ന് പറയുന്നത്, ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഞാൻ ആ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യും എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ പ്രൊഡക്ടിവിറ്റിയും പെർഫോമൻസും വർദ്ധിപ്പിക്കും എന്നർത്ഥം. പഠനങ്ങൾ തെളിയിക്കുന്നത്, നിങ്ങളുടെ ബ്രെയിൻ ഒരു ഗോൾ കൊടുത്തുകൊണ്ട് വർക്ക് ചെയ്യിച്ചാൽ കൂടുതൽ ബെറ്ററായി വർക്ക് ചെയ്യും എന്നുള്ളതാണ്. ഡു യുവർ ബെസ്റ്റ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ വളരെ മോശമായ ഒരു അഡ്വൈസാണ് ആയിട്ടാണ് കരുതപ്പെടുന്നത്. ഡു യുവർ ബെസ്റ്റ് എന്ന് പറയുന്നതിന് പകരം കൃത്യമായ സാഹചര്യത്തിനുള്ളിൽ ഈ വർക്ക് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള അഡ്വൈസാണ് ഏറ്റവും നല്ലത് എന്നാണ് ശാസ്ത്രീയ പഠനങ്ങൾ തെളിയിക്കുന്നത്. ക്ലാരിറ്റി ഹെസിറ്റേഷനെ റിമൂവ് ചെയ്യുന്നു. ആ ഹെസിറ്റേഷൻ മൊമെൻ്റത്തിനെ നഷ്ടപ്പെടുത്തുന്നു എന്നും മനസ്സിലാക്കുക. നാലാമത്തെ സൈക്കോളജി ഫാക്ട് എന്നുള്ളത്, ഉറക്കം നിങ്ങളുടെ പെർഫോമൻസിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റിയെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഉറക്കം ഒരിക്കലും ഒരു ലേസിനെസ് അല്ല, അത് പ്രൊഡക്ടിവിറ്റി ടൂളായി കാണേണ്ടതാണ്, മെൻ്റൽ മെയിൻ്റനൻസായി കാണേണ്ടതാണ്. ഒരു ദിവസം 7 മണിക്കൂർ മുതൽ 9 മണിക്കൂർ വരെ സൗണ്ടായി ഉറങ്ങുന്നത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയെയും പ്രൊഡക്ടിവിറ്റിയെയും പെർഫോമൻസിനെയും
വളരെയധികം ഭംഗിയായി വർദ്ധിപ്പിക്കുന്നതായി ശാസ്ത്രീയ പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. നാളത്തേക്ക് ക്രിയേറ്റീവായിട്ടുള്ള ഷാർപ്പറായ ചിന്തകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ, പെർഫോമൻസ് വേണമെങ്കിൽ, പ്രൊഡക്ടിവിറ്റി വേണമെന്നുണ്ടെങ്കിൽ ഇന്ന് നല്ല ഉറക്കം ശീലമാക്കുക. 5ാമത്തെ സൈക്കോളജി ഫാക്ട്, വളരെ പ്രധാനപ്പെട്ട വിഷയം. പോസിറ്റീവായ എമോഷൻസ് നിങ്ങളുടെ പെർഫോമൻസിനെയും പ്രൊഡക്ടിവിറ്റിയെയും വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഉദാഹരണത്തിന്, നിങ്ങൾ ടീമുകളായി വർക്ക് ചെയ്യുമ്പോൾ ടീമുകളിൽ ഇടയ്ക്കിടയ്ക്ക് തമാശയും അതേപോലുള്ള പോസിറ്റീവായ എമോഷൻസും കൊണ്ടുവരുന്നത് വളരെയധികം ഗുണം ചെയ്യും. ശാസ്ത്രീയ പഠനങ്ങൾ തെളിയിക്കുന്നത് പോസിറ്റീവ് എമോഷൻസ് നിങ്ങളുടെ ജോലി ഇടയിൽ കൊണ്ടുവരുന്നത് നിങ്ങളുടെ പ്രോബ്ലം സോൾവിങ് എബിലിറ്റിയെ വർദ്ധിപ്പിക്കുന്നു. നിങ്ങൾ റിലാക്സ്ഡും ഹാപ്പിയുമായിരിക്കുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ വളരെയധികം ഫ്ലെക്സിബിൾ ആവുന്നു, വളരെയധികം ഇന്നൊവേറ്റീവ് ആകുന്നു എന്നും ഓർത്തിരിക്കുക. അപ്പോൾ നിങ്ങൾ ഈ 5 സയൻസ് ബാക്ക്ഡ് സൈക്കോളജി ഫാക്റ്റുകളെ ഓർമ്മിച്ചിരിക്കുക. ചെറിയ ചെറിയ ബേഴ്സ്റ്റായി 25 മുതൽ 30 മിനിറ്റ് വരെയുള്ള ബേഴ്സ്റ്റായി പണിയെടുക്കുക. 10 മിനിറ്റ് വീതം ഗ്യാപ്പുകൾ കൊടുക്കുക. ഉറക്കം ഒരു ബൂസ്റ്റാണ് എന്നുള്ളത് ഓർമ്മ വയ്ക്കുക. മൾട്ടി ടാസ്കിംഗ് ഒഴിവാക്കുക. ക്ലിയർ ഗോൾ സെറ്റിംഗ് ചെയ്യുക. നിങ്ങളുടെ മൂഡിനെ പോസിറ്റീവായി മെയിൻറ്റെയിൻ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെട്ടിരിക്കും എന്നെനിക്ക് ഉറപ്പാണ്. ഒരു കാരണവശാലും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്, ബെൽ ബട്ടൺ അമർത്തുവാനും മറക്കരുത്. നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി ചോദിക്കുകയും ചെയ്യാം. ഇതേപോലെയുള്ള സൈക്കോളജി ടിപ്സ് കൂടുതൽ ലഭ്യമാവുക നിങ്ങളെ സബ്സ്ക്രിപ്ഷൻ സഹായിക്കും.